നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് മുൻപുള്ള വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. കൊച്ചി ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷൻ കൂടി നമ്മളിന്ന് സന്ദർശിക്കുന്നുണ്ട്. മറൈൻ ഡ്രൈവിലേക്ക് വന്നത് അതിനു കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മറൈൻ ഡ്രൈവിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ഇവിടെ വരുന്ന വിദേശികളായാലും നമ്മുടെ നാട്ടിലുള്ള ആളുകളായാലും എല്ലാവർക്കും തന്നെ ഒരു പുതിയ അനുഭവം തന്നെയാണ് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. ഓൾറെഡി ബോട്ട് സർവീസും മറ്റു കാര്യങ്ങളും എല്ലാം ഈ ഒരു മറൈൻ ഡ്രൈവ് പ്രദേശത്ത് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ഈ വാട്ടർ മെട്രോ വന്നതിന് ശേഷം കുറച്ചും കൂടി ഒരു ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് സക്സസ് ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രിഡ്ജ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഒരുപാട് ഫിലിംസിലും മറ്റും കണ്ടിട്ടുണ്ട്, ദോസ്ത് പോലെയുള്ള മൂവികളിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, പ്രജ തുടങ്ങിയിട്ടുള്ള ഫിലിമുകളിലെല്ലാം ഈ ഒരു പാലം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് സോങ്സ് ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പല സിനിമകളിൽ നമ്മൾ ഈ ഒരു പാലം കണ്ടിട്ടുള്ളതാണ്. ചില സോങ്സ് എല്ലാം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് സന്ദർശകർ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്. ഇന്നേ ദിവസവും ഒരുപാട് ഇപ്പോൾ ചെന്നൈയിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുമെല്ലാം വന്നിട്ടുള്ള ഒരുപാട് പേരെ ഇന്ന് കാണുവാൻ സാധിച്ചു. വലിയൊരു സന്തോഷം തന്നെ തോന്നി. സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ ഈ ഒരു കൊച്ചി കാണാനായിട്ടും ഈ ഒരു കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലേക്ക് വന്ന് ഇവിടുത്തെ ബോട്ട് സർവീസ് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നതിന് ഒരു വലിയ കാര്യം തന്നെയാണ്. ആക്ച്വലി നമ്മുടെ ഒരു കേരളത്തിനൊരു വലിയൊരു ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണിത്. അതുപോലെ തന്നെ ഇവിടുത്തെ വാട്ടർ സർവീസ് നടത്തുന്ന ആളുകൾ അവർ വളരെ സ്നേഹത്തോടു കൂടി തന്നെ, വളരെ കെയറോടു കൂടി തന്നെ നമ്മളെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഓരോരോ ബോട്ടുകളിലേക്ക് ക്ഷണിക്കുകയും വേണ്ട രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. വളരെ സുരക്ഷിതമായിട്ട് തന്നെ, സുരക്ഷിതത്തോടു കൂടി തന്നെ നമുക്ക് സേഫായിട്ട് ട്രാവൽ ചെയ്യാനുള്ളൊരു സാഹചര്യം അവർ ഒരുക്കി തരുന്നുണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ട് വന്നാലും, ഇപ്പോൾ സ്കൂള്, കോളേജുകൾ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഫാമിലി ആയിട്ട് വന്നാലും പോലും വളരെ സുരക്ഷിതത്വത്തോടു കൂടി തന്നെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഫെയറുകളെല്ലാം കളക്ട് ചെയ്ത് അതിനുള്ള ബില്ലെല്ലാം നൽകി കൃത്യമായ രീതിയിലുള്ള ബോട്ട് സർവീസുകളാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് കടന്നപ്പോൾ ഒരുപാട് ബോട്ടുകൾ ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ ഒരു കാഴ്ചയൊക്കെ നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. ഇതൊന്നും ഒരു പുതിയ കാഴ്ചയല്ല. എന്നിരുന്നാൽ കൂടി നിങ്ങളെ നമ്മുടെ കൃഷ്ണാർജുൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ ഒരു കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു വീഡിയോ പകർത്തുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ്. നമുക്ക് എറണാകുളം പോലെയുള്ള ഒരു മെട്രോ പൊളിറ്റൻ സിറ്റിയിൽ ഇത്തരം സംവിധാനം ഉള്ളത് നമുക്ക് വലിയ ഒരു ആശ്വാസമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ നമ്മളൊരു യാത്ര വരികയാണെങ്കിൽ ബോട്ട് സർവീസ് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ സർവമായ എന്ന സിനിമയിലെ ഈ പുതുമഴ എന്ന് പറഞ്ഞുള്ള സോങ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം, ആ കാഴ്ചയെല്ലാം നമ്മുടെ ഡെലുലു എല്ലാം ഈ ഒരു ആ ഒരു ബ്രിഡ്ജ്, നിങ്ങളെ മുന്നേ കാണിച്ച ബ്രിഡ്ജിൽ വെച്ചിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു നൃത്തം ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പം നമ്മളെല്ലാവരും ആ ഒരു ഫിലിമിൻ്റെയും ആ ഒരു സോങ്ങിൻ്റെയും ആരാധകർ തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫിലിംസ് ഈ ഒരു ലൊക്കേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രദേശം തന്നെയാണ് കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ സാറ്, ശ്രീ അല്ലു അർജുൻ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ അങ്ങനെയൊന്നും ഇല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ രാജ്യം തന്നെയേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടി സൗത്ത് ഇന്ത്യൻ സൈഡിലുള്ള, ഏകദേശം കേരളത്തിൻ്റെയൊക്കെ ഈ ഒരു ഭാഗത്തുള്ള ഫിലിംസിലും തമിഴ്നാട് അതുപോലെ തന്നെ
ഉള്ള സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം ഈ ഒരു ലൊക്കേഷനിൽ വന്ന് മൂവീസ് ഷൂട്ട് ചെയ്യാറുണ്ട്. കൂടാതെ തന്നെ പാട്ടുകൾ ഷൂട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പേസ് തന്നെയാണ് അതിരപ്പള്ളി വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. അവിടെയും ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മൂവി ലൊക്കേഷനാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് മറൈൻ ഡ്രൈവ്, കൊച്ചി മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്ന ഒരു പാലസ് നിങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ടുള്ള വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ അതും ഒരുപാട് സിനിമകളിൽ ഉന്നതങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റായിട്ടുള്ള ഏറ്റവും നല്ലൊരു മൂവിയിൽ ഷൂട്ട് ചെയ്യപ്പെട്ട ഒരു പ്ലേസാണത്. അതിൻ്റെ ആ ഒരു മൂവിയുടെ ലൊക്കേഷനാണ്. NF വർഗീസ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ ലാൽ സാറ്, അതുപോലെ തന്നെ മനോജ് കെ ജയൻ സാറ്, ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും പറയേണ്ടത് നമ്മുടെ ലാലേട്ടനെ തന്നെയാണ്. ലാലേട്ടൻ ആ മൂവിയിലൊരു ഗസ്റ്റ് റോള് ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര ഒരു ഒരു ഇമ്പാക്റ്റ് സീനായിരുന്നു. ആ ഒരു ക്ലൈമാക്സിനോട് അടുപ്പിച്ചിട്ടുള്ളതാണ് ആ ഒരു സീന് വരുന്നത്. അപ്പോൾ അതെല്ലാം ഈ ഒരു കൊച്ചി പ്രദേശങ്ങളിൽ തന്നെ എടുത്തിട്ടുള്ളതാണ്. മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളും ഓർമ്മകളും എല്ലാം നൽകുന്ന ഒരു സ്പോട്ട് തന്നെ ആയിരിക്കും. കാരണം ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട്, നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുന്ന ആളുകളും ഈ ഒരു സ്പോട്ട് മറക്കാൻ സാധ്യതയില്ല. കാരണം അത്രയേറെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അതായത് കൊച്ചിയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഒരു ബോട്ട് സർവീസ് നമ്മൾ എടുക്കുന്നതിലൂടെ നമുക്ക് പരിചയപ്പെടാവുന്ന അത്രയധികം സ്പോട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു നിയോ ക്ലാസിക് ക്രൂയിസ് എന്ന് പറയുന്ന ടൂർസ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് പകർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ബോട്ട് വന്ന് നിന്ന് അവിടുന്ന് ആ ബോട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വീണ്ടും കുറച്ച് മുന്നോട്ടൊക്കെ നടന്നു അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ആക്ച്വലി വാട്ടർ മെട്രോയുടെ തൊട്ടടുത്തുള്ള ബോട്ടുകളാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. വളരെ കംപ്ലീറ്റ്ലി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വളരെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ബോട്ട് സംവിധാനമാണ് ഈ കൊച്ചി വാട്ടർ മെട്രോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫെയറും അതിനനുസരിച്ചുണ്ട്. അപ്പോൾ അധികം ഫെയറൊന്നുമില്ല, എന്നിരുന്നാലും നോർമലായിട്ടുള്ള ഫെയർ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയണം. എന്നാലും ഈ സർവീസ് ആക്ച്വലി കൊച്ചി മെട്രോ സർവീസ് വാട്ടർ മെട്രോ സർവീസിലേക്ക് ട്രാവൽ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറി ചെന്ന സമയത്ത് ഓൾറെഡി 2-3 ബോട്ടുകൾ, അവരുടെ വാട്ടർ മെട്രോ സർവീസുകൾ ഫുള്ളായിരുന്നു. അപ്പോൾ അത്രയും ഒരു ആളുകൾ വാട്ടർ മെട്രോ യൂസ് ചെയ്തിട്ട് ഈ ഒരു ടൂറിസം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളും വിദേശികളായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ആ ഒരു പരിസരത്ത് ഉണ്ടായിരുന്നു ഉള്ളിൽ. അത് കാരണം നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ കൊച്ചി വാട്ടർ മെട്രോയിലേക്ക് കയറിയ സമയത്ത് എനിക്ക് ആ ഒരു ഫെസിലിറ്റി ലഭിച്ചില്ല. നിർഭാഗ്യവശാൽ ഇനി മറ്റൊരു സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും അവിടെ സന്ദർശിക്കാനുള്ള ഭാഗ്യം വരുന്ന സമയത്ത് കൊച്ചി വാട്ടർ മെട്രോ തന്നെ നമ്മൾ യൂസ് ചെയ്തൊരു ട്രാവൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ ഉൾവശമാണ്. വളരെ മനോഹരമായിട്ടുള്ള സംവിധാനങ്ങളും സെക്യൂരിറ്റി സിസ്റ്റവുമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സേഫായി എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. വളരെ സേഫാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാണ്. വളരെ സേഫായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു.
ഇത് കൊച്ചി വാട്ടർ മെട്രോയുടെ ഒരു ചെറിയ ബോട്ടാണ്. ചെറുതല്ല, അത്യാവശ്യം വലിയ ബോട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രദർശിപ്പിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.